കാതികയിലേക്ക് സ്വാഗതം. കൂട്ടുകാർ കാതികയിലെ കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഇഷ്ടപ്പെടുന്നതിനൊപ്പം കാതികയിലെ കഥകൾ മറ്റു കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നുമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട കഥകൾ ലൈക്ക് ചെയ്യുക. ഇന്ന് കാതികയിൽ പറയുന്ന കഥയുടെ പേരാണ് നിധി. കഥ നമുക്ക് കേൾക്കാം. അധ്വാനിയായ കർഷകനായിരുന്നു രാമൻ. ഒരിക്കൽ കുടിലിന് സമീപമുള്ള വയലിൽ അയാൾ പണി ചെയ്യുകയായിരുന്നു. ആ സമയം മണ്ണിനടിയിൽ നിന്ന് അയാൾക്കൊരു പെട്ടി കിട്ടി. അയാൾ ആ പെട്ടി തന്റെ വീട്ടിൽ കൊണ്ടുപോയി. അതൊരു വലിയ പെട്ടിയായിരുന്നു. പെട്ടിക്കുള്ളിൽ എന്തെങ്കിലും ആഭരണമോ അരിയോ പഴവർഗ്ഗങ്ങളോ സൂക്ഷിക്കാമെന്ന് കരുതി അയാൾ അത് ഭാര്യയെ ഏൽപ്പിച്ചു. ഭാര്യ ആ പെട്ടി തുറന്ന് അതിലേക്ക് ഒരു പിടി അരിയിട്ടു. അത്ഭുതം! അടുത്ത ക്ഷണം ഒരു പിടി അരി 100 പിടി അരിയായി. ആ പെട്ടിയിൽ എന്ത് നിക്ഷേപിച്ചാലും അത് 100 ഇരട്ടിയാകും. അതൊരു മാന്ത്രിക പെട്ടിയായിരുന്നു. കൂട്ടുകാർക്ക് ഇങ്ങനെ മാന്ത്രിക പെട്ടി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? നമുക്ക് കഥ മുന്നോട്ട് കേൾക്കാം. അതോടെ രാമന് സന്തോഷമായി. അയാൾ അധ്വാനം നിർത്തി. വളരെ അധ്വാനിക്കുന്ന ആളായിരുന്നു. ഒത്തിരി ജോലി ചെയ്യുന്ന ഒരു കർഷകനായിരുന്നു. പിന്നെ നല്ല സുഖമായി കഴിയാൻ തുടങ്ങി. അയാൾ അധ്വാനം നിർത്തി എളുപ്പത്തിന് പണമുണ്ടാക്കുന്ന രീതി കണ്ടുപിടിച്ചപ്പോൾ അയാൾ ഒരു മടിയനായി. അയാൾക്ക് ദുശീലങ്ങൾ വന്നു. രാമന്റെ വീട്ടിൽ അത്ഭുതം നിറഞ്ഞ ഒരു പെട്ടി ഉണ്ടെന്ന് രാജാവ് അറിഞ്ഞു. ആ ക്ഷണം രാജാവ് ഭടന്മാരെ വിട്ട് ആ പെട്ടി കൊട്ടാരത്തിലെത്തിച്ചു. രാജാവ് തന്റെ വിരലിൽ കിടന്ന വജ്രമോതിരം ഊരി ആ പെട്ടിയിലിട്ടു. പെട്ടെന്ന് അത്തരത്തിലുള്ള 100 വജ്രമോതിരം പെട്ടിയിൽ നിന്ന് ഉണ്ടായി. അതൊരു മാന്ത്രിക പെട്ടിയല്ലേ? എന്ത് വീണാലും അതിൽ 100 ഇരട്ടിയാവുമല്ലോ. രാജാവിന് വലിയ അതിശയമായി. പെട്ടിക്കുള്ളിൽ രഹസ്യമൊന്ന് അറിയണമെന്ന് രാജാവിന് തോന്നി. അയാൾ പയ്യെ പെട്ടിയുടെ ഉള്ളിലേക്ക് പരിശോധിക്കാനായി ഇറങ്ങി. അതിൽ ഒരു വിശേഷവും അദ്ദേഹം കണ്ടില്ല. രാജാവ് പയ്യെ തിരിച്ചിറങ്ങി. ഒന്നല്ല 100 രാജാക്കന്മാർ ആ പെട്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു. അതോടെ രാജാക്കന്മാർ തമ്മിൽ വഴക്കായി. സിംഹാസനത്തിലേറാൻ എല്ലാവർക്കും മത്സരം. അതിനിടയിൽ ഒരു രാജാവ് സിംഹാസനത്തിൽ കയറി കിരീടം തലവെച്ചു. ഞാനാണ് ശരിയായ രാജാവ്, മറ്റെല്ലാവരെയും ജയിലിലിടുക എന്ന് അയാൾ ആജ്ഞാപിച്ചു. പാവം യഥാർത്ഥ രാജാവ്. അയാളെ ഭടന്മാർ പിടികൂടി ജയിലിലിട്ടു. ആ പെട്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോയത് നന്നായി. അധ്വാനിക്കാതെ കിട്ടുന്ന സമ്പത്ത് ആപത്ത് വരുത്തും, രാമൻ ഭാര്യയോട് പറഞ്ഞു. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്നും അധ്വാനിച്ച് കിട്ടുന്ന പണമാണ് നമുക്ക് സന്തോഷവും സുഖവും തരുന്നത്. കാതികയിലെ മറ്റു കഥകളുമായി കാതിക വീണ്ടും വരും. കഥ ഷെയർ ചെയ്യാൻ മറക്കരുതേ.